സ്മാർട്ട് ആവുന്നത് നല്ല കാര്യമാണ്. സ്മാർട്ട് റോഡ് വരുന്നതും അതിലേറെ നല്ല കാര്യമാണ്. പക്ഷേ സ്മാർട്ട് ആവുന്നതിനോടൊപ്പം നമ്മളുടെ ജീവിതം ഡെഡായി ലോക്കാവരുത് എന്ന് മാത്രമേ ഉള്ളൂ. കുഴിയേത് റോഡേത് എന്ന് മഴ പെയ്താൽ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലാണ് തലസ്ഥാന നഗരിയിലെ റോഡുകൾ എന്നാണ് ഇപ്പോൾ സുനിഷ അയ്യൂർ റിപ്പോർട്ട് ചെയ്യുന്നത്. സുനിഷ അയ്യൂർ നമുക്കിപ്പം ചേരുന്നു. സുനിഷ, കുറച്ച് നാളായി റോഡിൻ്റെ ഈ ബുദ്ധിമുട്ട് തുടരുന്നു. ഇപ്പോഴും നല്ല മഴയുണ്ടെന്ന് തോന്നുന്നു സുനിഷ നിൽക്കുന്ന സ്ഥലത്ത്. പ്രത്യേകിച്ച് കാൽനട യാത്രക്കാർക്ക്, ഇരുചക്ര വാഹനം പോകുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. തലസ്ഥാന നഗരി മൊത്തത്തിൽ കുളമായി കിടക്കുന്നു എന്ന് തന്നെ പറയാം, അല്ലേ? അങ്ങനെ തന്നെ പറയാം അരുൺ. കാരണം ഈ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ, എല്ലാവരും ഈ സ്മാർട്ട് റോഡ് വരുന്നതിനെ വലിയ രീതിയിൽ തന്നെ പ്രോത്സാഹിപ്പിച്ചവരാണ്. ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞതുപോലെ മാസങ്ങളായി ഈ തിരുവനന്തപുരത്ത് പല ഭാഗങ്ങളിലും റോഡ് പണിയുടെ ഭാഗമായി കുഴിച്ചിടാൻ തുടങ്ങിയിട്ട്, അതിനുശേഷം നമ്മൾ പലപ്പോഴും ഈ വാർത്തകൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. റോഡ് പണി തീരുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടും ഈ പലയിടത്തെയും ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ചു നമ്മൾ തന്നെ വാർത്തയും നൽകിയിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ഇപ്പോൾ മന്ത്രി റിയാസിൻ ചില നേരത്ത് ഈ വാർത്താ സമ്മേളനത്തിൽ അടക്കം പറഞ്ഞിരുന്നു, ഈ കാലാവധി ഏപ്രിൽ 31-നകം തീർക്കും, പ്രശ്നങ്ങൾ ഉണ്ടാകാതെ തന്നെ കുട്ടികൾക്ക് ഈ സ്കൂൾ തുറക്കുമ്പോൾ പോലും പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ റോഡ് പണി ഇനി എന്ന് തീരുമെന്നുള്ളൊരു സംശയമാണുള്ളത്. നേരത്തെ ഈ വെയിലൊക്കെ, കടുത്ത വേനലിലൊക്കെ നല്ല രീതിയിൽ തന്നെ പണി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി മഴയായതോടുകൂടി ഇനി എങ്ങനെ പണി മുന്നോട്ടേക്ക് പോകുമെന്നുള്ളൊരു സംശയമാണ്. നിലവിലിപ്പോൾ പലയിടങ്ങളിലും നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഈ വെള്ളക്കെട്ടിൻ്റെ സമയത്ത് പലയിടങ്ങളിലും പോയപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ കുഴിയാണ് വലിയ രീതിയിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നതായിരുന്നു. കാരണം ഈ ചില കടകളിൽ ഈ റോഡിൻ്റെ അരികത്ത് ഈ കുഴി ഉണ്ടായതുകൊണ്ട് പല ഈ കടകളിലേക്കും വെള്ളം കയറാൻ എളുപ്പമായിട്ടുണ്ട് എന്നതാണ്. താഴ്ന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വെള്ളം കയറുന്നു. ഒപ്പം തന്നെ കാൽനട യാത്രക്കാർക്ക് കുഴി ഏത് റോഡ് ഏത് എന്ന് മനസ്സിലാവുന്നില്ല. റോഡിൻ്റെ അതേ നിലയിൽ തന്നെ കുഴികളിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ കുഴികളിൽ വീഴുന്നൊരു സാഹചര്യം, വണ്ടികൾ പോകുമ്പോൾ അത് കുഴിയുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യം, അത്തരത്തിൽ പലയിടങ്ങളിലും ഇതേ രീതിയിലാണ്. ഈ അട്ടക്കുളങ്ങര ബൈപ്പാസ് റോഡുകളിലൊക്കെ തന്നെയും നിരവധി കുഴികളാണ് ഈ സ്മാർട്ട് റോഡിൻ്റെ ഭാഗമായി എടുത്തിട്ടുള്ളത്. ഇത്തരത്തിൽ വഴുതക്കാട് ഭാഗങ്ങളിൽ അവിടെയൊന്നും ഈ വെള്ളം നിറയുമ്പോൾ പൂർണ്ണമായിട്ടും ഈ എവിടെയാണ് കുഴി എന്നറിയാത്തത് കൊണ്ട് തന്നെ കൃത്യമായി ഇപ്പോൾ കുഴിയുണ്ടോ, റോഡ് പണിയുടെ ഏതെങ്കിലും ഒരു ബോർഡുണ്ടോ എന്നൊക്കെ നോക്കി ആളുകൾക്ക് നടക്കേണ്ട ഒരു ഡിസ്പ്ലേ വെക്കണം, അതിന് അധിക ദൂരത്ത് റിബൺ കെട്ടി തിരിച്ചിരിക്കണം. അത്തരം സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ ധാരാളമുണ്ടോ ഈ കുഴിയുള്ള എല്ലാ ഇടങ്ങളിലും? ഇല്ല അരുൺ, നിലവിലേതായാലും ഈ ഒരു മഴയുടെ പശ്ചാത്തലത്തിലൊന്നും വെച്ചിട്ടില്ല. കാരണം നേരത്തെ ഈ റോഡ് പണി നടക്കുമ്പോൾ റോഡ് ക്ലോസ്ഡ് ആണ്, അങ്ങോട്ടേക്ക് വഴിയില്ല എന്നതിലൊരു ബോർഡ് ഉണ്ടായിരുന്നു. ആ ബോർഡിലപ്പുറം ഒരുപക്ഷെ ആ ബോർഡ് കഴിഞ്ഞ് കുറേ കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഒരുപാട് 500-1 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത ബോർഡ് വരുന്നത് എന്നാണ്. കാരണം അത്രത്തോളം പണി ആ റോഡിൻ്റെ ഭാഗത്തൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിനിടയിൽ പോകുന്നവർ ഈ റോഡ്, ചെറിയ ഭാഗം ടാറിട്ട റോഡുണ്ട്, അതിനിടയിലാണ് ഈ പലയിടത്തും റോഡ് തുറന്നു കൊടുത്തിരുന്നു. പക്ഷേ ആ തുറന്നു കൊടുത്തിടത്ത് തന്നെ ഒരു ഭാഗത്ത് തുറന്നു കൊടുത്ത് മറുഭാഗത്ത് പണി നടക്കുന്നുണ്ട്. പക്ഷേ ഈ കയറിയതിന് ശേഷം വെള്ളം കയറിയാൽ ഇത് ഏത് ഭാഗത്താണ് പണി എന്ന് പോലും മനസ്സിലാകാത്ത രീതിയിലേക്ക് പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അതുതന്നെയാണ് ഈ നാട്ടുകാരും പറയുന്നത്. നടന്നു പോകുമ്പോൾ വലിയ പേടിയാണ്, എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഏതാണ് കുഴി എന്ന് മനസ്സിലാകാത്ത അവസ്ഥ എന്ന്. അതിനൊപ്പം ഈ കുഴിക്കൊപ്പം തന്നെ ഈ പലയിടത്തും ചളി, ഈ കുഴി മാറ്റാൻ വേണ്ടിയുള്ള മണ്ണ് മാറ്റിയിട്ടിട്ടുണ്ട്. ഈ മണ്ണ് വലിയ രീതിയിൽ ചളിയായി, മഴ ചെറിയ രീതിയിൽ പെയ്താൽ പോലും, ഇപ്പോൾ ഒരു ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ, ഈ ചാറ്റൽ മഴ പെയ്താൽ പോലും ആ ചളി വലിയ രീതിയിൽ ബുദ്ധിമുട്ടാക്കി നടക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ട്. അത്തരത്തിൽ റോഡ് പണിയുടെ ഭാഗമായി മനസ്സിലാവാത്തൊരു സാഹചര്യമുണ്ട് അവിടെ കൃത്യമായ. താങ്ക് യു സുനിഷ. സുനിഷയാണ് ഈ വാർത്ത തുടർച്ചയായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്. ഒരു പ്രേക്ഷകൻ തന്നെ അത് പറയുന്നുണ്ട്.